പൂരനഗരിയെ കീഴടക്കി പാപ്പമാർ. 15,000 ക്രിസ്മസ് പാപ്പമാർ അണിനിരക്കുന്ന ബോൺ നതാലയുടെ ആവേശത്തിലേക്ക് നഗരം മാറിക്കഴിഞ്ഞിട്ടുണ്ട്. 15,000-ലധികം പാപ്പമാർ. നിശ്ചല ദൃശ്യങ്ങൾ. അതേതെങ്കിലും ഒരു മതത്തിൻ്റെ ആഘോഷമല്ല, സർവ്വമതങ്ങളുടെയും സർവ്വ മനുഷ്യരുടെയും ആഘോഷമാണ്. മനോഹരമായ കാഴ്ചകൾ കാണാൻ കഴിയുന്നുണ്ട്. വിവരങ്ങൾ സൂരജ് സജി. തൃശൂർ നഗരം അങ്ങനെ ചെങ്കടലായി മാറിക്കൊണ്ടിരിക്കുകയാണ്. അതാ തൃശൂർ നഗരത്തെ സ്വരാജ് റൗണ്ടിന് അക്ഷരാർത്ഥത്തിൽ പാപ്പാമാർ കീഴടക്കിക്കൊണ്ടിരിക്കുന്നതാണ് ദൃശ്യത്തിൽ കാണുന്നത്. ഇപ്പോൾ സ്കേറ്റിംഗ് പാപ്പാമാരാണ് നമ്മുടെ ദൃശ്യത്തിലുള്ളത്. അങ്ങനെ തൃശൂർ നഗരത്തിന്റെ നഗരവീഥികളെ സ്കേറ്റിംഗ് പാപ്പാമാർ കീഴടക്കുന്നു. ഒരു കൊച്ച് 4 വയസ്സുകാരി. മോളെ പേരെന്താ? അദ്വിക. എവിടെന്നാ വരുന്നത്? വീട് എവിടെയാ? എത്ര നാളായി സ്കേറ്റ് ചെയ്യാൻ തുടങ്ങിയിട്ട്? അറിയോ? നാടാണോ? മിണ്ടുന്നില്ലല്ലോ. ഇതെന്തായാലും ഒരു കുഞ്ഞു പാപ്പയാണ്, സ്കേറ്റിംഗ് പാപ്പയാണ്. എന്താ വിട്ടോ, തകർത്തോ? ഇത്തരത്തിൽ ഈ സ്കേറ്റിംഗ് പാപ്പാമാരൊക്കെ ഇറങ്ങി തൃശൂർ നഗരം ഇങ്ങനെ കീഴടക്കുകയാണ്. ഇതിന് തൊട്ടുപുറകിൽ വീൽ ചെയർ പാപ്പാമാരുണ്ട്. അങ്ങനെ അതായത് ഈ 4 ചുവരുകൾക്കുള്ളിൽ ഒതുങ്ങിക്കൂടുന്ന ആളുകളാണ്. അവരെയൊക്കെ ഈ നഗരമധ്യത്തിലേക്ക് എത്തിച്ച് ഈ ഉത്സവത്തിന്റെ ഭാഗമാക്കുക, അതായത് ആരും മാറി നിൽക്കേണ്ടതില്ല, അവരെ കൂടി ഈ ആഘോഷങ്ങളുടെ ഭാഗമാക്കണം എന്നുള്ള തീരുമാനത്തിന്റെ ഭാഗമായാണ് ഈ വീൽ ചെയറിലൊക്കെ പാപ്പാമാരെ ഈ ബോൺ നത്താലയുടെ ഭാഗമാക്കുന്നത്. ഇതിലെ സർപ്രൈസ് ദൃശ്യങ്ങൾ അതിന് പുറകിൽ എനിക്കിവിടെ നിന്ന് നോക്കിയാൽ കാണാം. കണ്ണത്താ ദൂരത്ത് അവിടെയുണ്ട് പാപ്പ, അതോടൊപ്പം തന്നെ ഡ്രോൺ പാപ്പയുണ്ട്. അങ്ങനെ തുടങ്ങി ഇത്തവണ വ്യത്യസ്തമായ ഒട്ടേറെ കാര്യങ്ങളുണ്ട്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട അട്രാക്ഷൻ എന്ന് പറയുന്ന പാപ്പായും അതോടൊപ്പം തന്നെ ഡ്രോണിൽ പറക്കുന്ന പാപ്പായും ഒക്കെയാണ്. അത് ജ്യോതി എഞ്ചിനീയറിംഗ് കോളേജിന്റെ ഒക്കെ സഹായത്തോടു കൂടിയാണ് ഈ സാങ്കേതിക വിദ്യ അടക്കം ഒരുക്കിയിരിക്കുന്നത്. അങ്ങനെ തുടങ്ങി നിലവിൽ ഈ ക്രൈസ്തവർക്ക് നേരെ ഉണ്ടാകുന്ന അതിക്രമങ്ങൾ, അതിൽ അവർ നടത്തുന്ന മിഷണറി പ്രവർത്തനങ്ങളെ എല്ലാം ഓർമ്മിപ്പിക്കുന്ന, അതിന്റെ പങ്കൊക്കെ ഓർമ്മിപ്പിക്കുന്ന തരത്തിൽ മദർ തെരേസ അടക്കം ഈ നാടിന് സമ്മാനിച്ച നേട്ടങ്ങളെയൊക്കെ ഓർമ്മപ്പെടുത്തുന്ന, കൊൽക്കത്തയുടെ തെരുവുകളെ പഴയകാല തെരുവിലേക്ക് ഓർമ്മപ്പെടുത്തുന്ന നിശ്ചല ദൃശ്യങ്ങളെല്ലാം തന്നെ ഇതിന്റെ ഭാഗമാകുന്നു. 15,000-ലധികം വരുന്ന പാപ്പാമാരാണ് ഇക്കുറി തൃശൂർ നഗരത്തെ കീഴടക്കുന്നത്. അതിന്റെ മനോഹാരിതയിലേക്ക് എത്തിയിരിക്കുന്നു. തൃശൂർ നഗരം അക്ഷരാർത്ഥത്തിൽ ഒരു ജനസാഗരമായി മാറിയിരിക്കുന്നു. ആ ജനസാഗരത്തിന് നടുവിലൂടെയാണ് ഒരു ചുവന്ന നദി കണക്കെ ഇങ്ങനെ ആർത്തിരമ്പിയെത്തുന്ന തിരമാല കണക്കെ ഇങ്ങനെ പാപ്പാമാർ നൃത്തം ചെയ്ത് ചുവട് വെച്ച് അവർ ഈ തൃശൂർ നഗരത്തെ അക്ഷരാർത്ഥത്തിൽ കീഴടക്കിക്കൊണ്ടിരിക്കുകയാണ്. ദിവസങ്ങൾ നീണ്ട പരിശീലനം, അതിനൊരു പരിസമാപ്തിയിലേക്ക് തൃശൂർ നഗരം എത്തുന്നു. കാരണം പരീക്ഷാക്കാലമായിരുന്നു. കുട്ടികളാണ് ഇതിന്റെ ഒക്കെ ഏറെ കുട്ടികളാണ് ഇതിൽ ഈ പരിപാടിയിൽ ഏറ്റവും കൂടുതൽ അണിനിരക്കുന്നത്. അവരുടെയൊക്കെ പരീക്ഷാക്കാലത്തിനിടയിൽ കിട്ടിയ കുറച്ച് സമയം, ആ സമയത്തിന്റെ ഇടവേളകളിലാണ് അവർ ഈ പാട്ടിലൊൽപ്പിച്ച മനോഹരമായ കാഴ്ചയാണ്. തൃശൂർ പൗരാവലിയും തൃശൂർ അതിരൂപതയും സംയുക്തമായി സംഘടിപ്പിക്കുന്ന ബോൺ നത്താലെ തൃശൂർ നഗരത്തിൽ പുരോഗമിക്കുകയാണ്. തൃശൂർ നഗരത്തെ മുഴുവനായി കീഴടക്കുന്നു പാപ്പമാർ. 15,000-ലധികം ക്രിസ്മസ് പാപ്പമാരാണ് ഇത്തവണത്തെ ബോൺ നത്താലേക്ക് അണിനിരക്കുന്നത്. വ്യത്യസ്തമായ ഒരുപാട് കാഴ്ചകളുണ്ട്. AI സഹായത്തോടു കൂടിയുള്ള പാപ്പമാർ, അതുപോലെ ഡ്രോണിൽ പറക്കുന്ന പാപ്പമാരൊക്കെ ഇത്തവണത്തെ ബോൺ നത്താലയുടെ പ്രത്യേകതകളാണ്. അതിന്റെ ആവേശവും കാഴ്ചകളും പങ്കുവയ്ക്കുകയായിരുന്നു സൂരജ് സജി തൃശൂരിൽ നിന്ന്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.